നമുക്കെല്ലാവർക്കും അറിയാം, നമുക്കെല്ലാവർക്കും 32 പല്ലാണ് ഉണ്ടാവുക. അതായത് മുകളിൽ 16 പല്ല്, താഴെ 16 പല്ല്, ഓരോ സൈഡിലുമായി 8 പല്ലുകൾ വെച്ച്. 8ാമത്തെ പല്ലിനെയാണ് വിസ്ഡം ടൂത്ത് എന്ന് പറയുന്നത്, അതായത് 3ാമത്തെ അണപ്പല്ല്. സോ പൊതുവേ ഈ വിസ്ഡം ടൂത്ത് വായിലേക്ക് മുളയ്ക്കുന്നത്, അതായത് വായിലേക്ക് കാണപ്പെടുന്നത് 18 വയസ്സ് കഴിഞ്ഞാലാണ്. 18 മുതൽ മാക്സിമം 24-25 വയസ്സ് വരെ അത് പുറത്തേക്ക് വരാനുള്ള സാധ്യതയുണ്ട്. സോ ചില ആൾക്കാർക്ക് ഇത് നേരെ വരാം, ചിലർക്ക് ചെരിഞ്ഞ് വരാം, ചില ആൾക്കാർക്ക് ഇത് പകുതി പുറത്തും പകുതി അകത്ത്, പാർഷ്യലി ഇറപ്റ്റഡ് അല്ലെങ്കിൽ പാർഷ്യലി ഇമ്പാക്റ്റഡ് ആയിട്ട് വരാം. ചില ആൾക്കാർക്ക് കംപ്ലീറ്റ്ലി അകത്തായിട്ട് വരാം. സോ ഈ വിസ്ഡം ടൂത്ത് കാരണം നിങ്ങളുടെ തൊട്ടടുത്ത പല്ലിനോ അല്ലെങ്കിൽ അവിടെയുള്ള മോണയ്ക്കോ അല്ലെങ്കിൽ അവിടെയുള്ള എല്ലിനോ എന്തെങ്കിലും ബുദ്ധിമുട്ട് തോന്നുകയാണെങ്കിൽ ഡെഫിനറ്റ്ലി അവർ എക്സ്റേ എടുത്ത് നോക്കി ആ വിസ്ഡം ടൂത്ത് കാരണം ബാക്കിയുള്ള അസോസിയേറ്റഡ് പല്ലിനോ മോണയ്ക്കോ എല്ലിനോ ഒക്കെ ഇൻഫെക്ഷൻ വരാൻ സാധ്യത ഉണ്ടെങ്കിൽ അത് എടുത്ത് കളയുന്നതാണ് ഏറ്റവും നല്ലത്. സോ ആ എക്സ്റേ എന്ന് പറഞ്ഞാൽ OPG, ഓർത്തോപെൻഡമോഗ്രാം, അതായത് വിസ്ഡം ടൂത്തിൻ്റെ കറക്റ്റ് ഇവാലുവേഷൻ ചെയ്യാൻ പറ്റുന്ന ഒരു എക്സ്റേ ആണത്. നമുക്ക് വിസ്ഡം ടൂത്തിൻ്റെ അടുത്താണ് മാൻഡിബുലാർ നെർവ് എന്ന് പറഞ്ഞൊരു നെർവ് വരുന്നത്. അതിൻ്റെ അടുത്തുള്ള പല്ലുകൾ, അടുത്തുള്ള മോണ, അടുത്തുള്ള എല്ല്, അടുത്തുള്ള നെർവൊക്കെ കറക്റ്റായിട്ട് ഇവാലുവേറ്റ് ചെയ്തിട്ട് ആ പല്ല് എടുത്ത് കളയുന്നതായിരിക്കും നല്ലത്. വിസ്ഡം ടൂത്ത് റിമൂവൽ ഒരു വലിയ സർജറി ആണെന്ന് ചിന്തിക്കുന്ന ആൾക്കാർ ഇപ്പോഴും ഉണ്ട്. പക്ഷെ അങ്ങനെ ഒരു വലിയ സർജറി അല്ല, ഒരു മൈനർ സർജറിയാണ്. ഒരു ലോക്കൽ അനസ്തേഷ്യയിൽ ഡെൻ്റൽ ചെയറിൽ തന്നെ ഇരുത്തി ചെയ്യുന്ന ട്രീറ്റ്മെൻറ്റാണ്. പക്ഷേ മിക്ക ആൾക്കാർക്കും അത് എടുത്തു കഴിഞ്ഞ്, കാരണം എന്ന് വെച്ചാൽ പല്ല് എല്ലിൽ കംപ്ലീറ്റ്ലി അല്ലെങ്കിൽ പാർഷ്യലി ഇമ്പാക്റ്റഡ് ആയിട്ടായിരിക്കും. സോ നമ്മൾ കുറച്ച് എല്ലൊക്കെ കുറച്ചൊന്ന് ഫയൽ ചെയ്തിട്ടാണ് ആ പല്ലെടുക്കുക, അതായത് മോണെ തുറന്ന് കുറച്ച് എല്ലൊക്കെ ട്രിം ചെയ്തിട്ടാണ് മിക്ക ആൾക്കാർക്കും എടുക്കുന്നത്. സോ എടുത്തു കഴിഞ്ഞ് ചില ആൾക്കാർക്ക് കുറച്ച് നീരും വേദനയും ഉണ്ടാവാനുള്ള സാധ്യതയുണ്ട്. അത് പേടിക്കേണ്ട ആവശ്യമൊന്നുമില്ല. കറക്റ്റായിട്ട് മെഡിക്കേഷൻസ് എടുക്കുക, കറക്റ്റായിട്ട് ഇൻസ്ട്രക്ഷൻസ് ഫോളോ അപ്പ് ചെയ്യുക. അതായത് വിസ്ഡം ടൂത്ത് എടുത്തു കഴിഞ്ഞാൽ ആദ്യത്തെ 24 മണിക്കൂർ ചൂടുള്ളതും കട്ടിയുള്ളതും കഴിക്കരുത്, ഇടയ്ക്കിടയ്ക്ക് തുപ്പരുത്, ലൈറ്റ് ഫുഡ് കഴിക്കുക, 24 hours കഴിഞ്ഞാൽ ഉപ്പുവെള്ളം ഗാഗിൾ ചെയ്യുക, മൗത്ത് വാഷ് ഗാഗിൾ ചെയ്യുക, ഡോക്ടേഴ്സ് തന്ന കറക്റ്റ് മെഡിക്കേഷൻസ് എടുക്കുക. അപ്പോൾ ഒരു 7 to 10 days കഴിയുമ്പോൾ ആ സ്റ്റിച്ച് എടുക്കാവുന്നതാണ്.